അത് ബ്രെഡ് പോളയാണ്. ഇതിന് വേണ്ടി ഞാൻ 6 സ്ലൈസ് സൈഡ് കണ്ട ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിടണം. ബൗളിലേക്ക് മാറ്റാം. ഇനി പൊട്ടിച്ച് വെച്ച ബ്രെഡിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് നന്നായി പൊതിർത്തി വെക്കണം. ഇപ്പം നന്നായി പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 6 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പാലിൽ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കായ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് മാറ്റണം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ബ്രെഡിന്റെ കൂട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കിസ്മിസും കാഷ്യൂം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ വേവാവുന്നവരെ മൂടി വെക്കാം. നമ്മൾ ബ്രെഡ് പോള ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.